നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നോ കോൺടാക്റ്റിലുള്ളവർക്ക്. നോ കോൺടാക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റേ ഇല്ല, സെപ്പറേറ്റഡ് ആയിരിക്കാം, നിങ്ങൾ ഡിവോഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞതായിരിക്കാം. നോ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് അറിയില്ല എവിടെയാണ്, ഒരു ഫോൺ കോൾ ഇല്ല, ഒരു രക്ഷയില്ല, ഒരു പിടുത്തവും ഇല്ല എന്താന്ന്. അതുപോലെ തന്നെ ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകുന്ന ആളുകൾ, തേർഡ് പാർട്ടിയുടെ കൂടെ പോയിട്ടുള്ള ആളുകൾ, ഇപ്പോഴും റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, നിങ്ങൾ സ്നേഹത്തിലാണ്, നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഇപ്പോഴും സ്നേഹമുണ്ട്, നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റിയിട്ടില്ല, പക്ഷെ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഒരു ഉറപ്പില്ലാത്ത പോലെ. എന്താണ് പരിപാടി എന്ന് അറിയില്ല, റിലേഷൻഷിപ്പ് എങ്ങോട്ടാ പോകുന്നതെന്നോ റിലേഷൻഷിപ്പ് ഉണ്ടോ ഒന്നും അറിയില്ല നിങ്ങൾക്ക്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ ഇവര് നിങ്ങളുടെ സ്നേഹവും നിങ്ങൾ ഈ ബന്ധത്തിന് വേണ്ടി സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടോ, ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ 3 പേർക്കുള്ള റീഡിംഗ്, 3 ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഇതിന്റെ ടൈം സ്റ്റാമ്പ് ഞാൻ കഴിഞ്ഞ റീഡിങ്ങിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ റീഡിങ്ങിന്റെയും ടൈം സ്റ്റാമ്പുകൾ ഞാൻ യൂട്യൂബ് ചാനലിലെ റീഡിങ്ങിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാല് ഈ റെഡ് റോസിന്റെ റീഡിംഗ് കഴിഞ്ഞിട്ട് എപ്പോഴാണ് യെല്ലോ റോസിന്റെ റീഡിംഗ് തുടങ്ങുന്നത്, അത് എപ്പോഴാണ് വയലറ്റിന്റെ തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്ക് മുഴുവൻ റീഡിംഗും കാണേണ്ടവർക്ക് കാണാം, കാണണ്ടാത്തവർക്ക് കൃത്യമായി നിങ്ങളുടെ റീഡിംഗ് മാത്രം കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ എത്ര മിനിറ്റില് തുടങ്ങുന്നതെന്ന് മനസ്സിലാകും. അതിന് വേണ്ടിയിട്ടാണ് ടൈം സ്റ്റാമ്പ് ഇടുന്നത് കേട്ടോ. ഇൻസ്റ്റഗ്രാമിലുള്ളവര് മുഴുവൻ വീഡിയോ കാണണമെങ്കിൽ യൂട്യൂബ് ചാനൽ കാണേണ്ടി വരും. അതിനെല്ലാതും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഷോർട്സ് കാണുന്നവർക്ക്, എന്റെ യൂട്യൂബിൽ തന്നെ ഷോർട്സ് കാണുന്നവർക്ക് അതിന്റെ മെയിൻ വീഡിയോയുടെ ലിങ്കും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ലിങ്ക് എവിടെയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പൊ ഇത്രയും പറയണം. ചില മിക്കവർക്കും സംശയമുണ്ട്, ഇതെന്താ മുഴുവൻ ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത് കേട്ടോ. അപ്പോ നിങ്ങൾ കളർ സെലക്ട് ചെയ്തു. ഇത്രയും പറഞ്ഞ് മുഷിപ്പിച്ചതിന് ക്ഷമിക്കുക. കളർ സെലക്ട് ചെയ്തു, നമുക്ക് റീഡിംഗ് വരുന്നു. സെലക്ട് ചെയ്തോ, നമുക്ക് മാറ്റി വെക്കാം. കാരണം നമുക്ക് ഓറക്കൽ മെസ്സേജിന്റെ റീഡിങ്ങിലേക്ക് പോവാം. ശിവായ. ഓം നമ ശിവായ. ഈ റീഡിംഗ് കാണുന്നവര് നിങ്ങളുടെ ബന്ധങ്ങളെ കുറിച്ച് എന്താണ് അറിയേണ്ടത്, അതാണ് ഓറക്കൽ മെസ്സേജിൽ വരിക. ഓം നമ ശിവായ. 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 ഒരു കാർഡേ ഉള്ളൂ തോന്നുന്നു കേട്ടോ, ഒരു കാർഡേ ഉള്ളൂ. ഇത് ചേഞ്ച് ഓഫ് പ്ലേസിന്റെ കാര്യമാണ് പറയുന്നത്. പോസിബിലിറ്റി ഓഫ് എ ചേഞ്ച് ഓഫ് പ്ലേസ് ഇൻ യുവർ ലൈഫ്. എന്നുവെച്ചാല് ഒരു ചിലപ്പോ സ്ഥലം മാറ്റത്തിന്, നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് ഇപ്പൊ പുറത്ത് യാത്രയ്ക്ക് പോകുന്നുണ്ടാവും. ഈ നമ്മളൊരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ള, പ്രത്യേകിച്ച് തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളവരും അതല്ല പുനർവിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നതായ ചിലരുണ്ടാവും. അപ്പൊ അവര് എന്റെ ഭർത്താവാണ് അങ്ങനെയുള്ള ഒരാളെങ്കിൽ ഞാൻ ആ വ്യക്തി ആവശ്യപ്പെട്ടാല് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇതിൽ ഡിവോഴ്സ് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നീ എന്നെ ഉപേക്ഷിച്ച് പോയേ പറ്റുള്ളൂ എന്നാണ് ഞാനത് ചെയ്യണം. കാരണം എന്റെ ജീവന് വരെ അത് ഭീഷണിയാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഒഴിവായാലേ ഈ വ്യക്തിക്ക് സന്തോഷം കിട്ടുകയുള്ളൂ എന്ന് വ്യക്തി ഉറപ്പിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യം ആ വ്യക്തി ചെയ്യും എന്നെ. അത് ഇന്നത്തെ കാലത്ത് നടക്കുന്നതാണ്. അതാണ് എനിക്ക് ഈ കാർഡ് കണ്ടപ്പോ മനസ്സിലായത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒട്ടും സ്നേഹമില്ലാതെ കുറെ നാൾ കാണാതിരുന്ന ആള് സ്നേഹം അഭിനയിച്ചു വരിക. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടാവും, ശരിക്കുമാണോ വെറുതെ കാണിക്കുന്നതാണോ. അപ്പൊ തിരിച്ചു വരുന്നവരാ ആരെയും കണ്ണടച്ച് വിശ്വസിക്കണ്ട എന്നാണ് ഈ കാർഡ് പറയുന്നത്. ആ ഒരു കാർഡ് മാത്രമേ നിങ്ങൾ, കാരണം നോ കോണ്ടാക്ട് റീഡിംഗ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് വന്നത്. തിരിച്ചു വരുന്ന ആളുകളാണെന്നല്ല. അപ്പൊ തിരിച്ചു വരുന്ന ആള്, സ്നേഹം അഭിനയിച്ചു വരുന്നവര്, എനിക്കിനി ഒന്നും വേണ്ട, ഞാൻ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഞാൻ ഡിവോഴ്സ് വേണ്ട എനിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ വാശി പിടിക്കുകയാണ്, ഞാൻ നിങ്ങൾ ഉപേക്ഷിക്കില്ല, നിങ്ങൾക്ക് ഞാൻ ഡിവോഴ്സ് തരില്ല, നിങ്ങളെ ഞാൻ അല്ലെങ്കിൽ അവനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് നിങ്ങൾ വാശി പിടിച്ചു വരുമ്പോ നിങ്ങൾ ഒഴിവാക്കിയാലേ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവർ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് പണി കിട്ടും. ഇന്നത്തെ കാലത്ത് അതാണ് നടക്കുന്നത്. പലതരത്തിലാണ് ഉപദ്രവിക്കുന്ന ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും കേട്ടോ.
അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആരും ആയിക്കോട്ടെ, പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ആ കാർഡ് വന്നത്. ഒന്ന് സൂക്ഷിക്കുക നിങ്ങൾ കേട്ടോ. അപ്പോ നമ്മൾ ആദ്യത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയുടെ ഓവറോൾ എനർജി, നിങ്ങൾ എപ്പോഴും സ്നേഹത്തിലാണല്ലോ ആ വ്യക്തിയായിട്ട്, അപ്പൊ നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഓവറോൾ എനർജി 4 ഓഫ് സ്വേർഡ്സ് ആണ്. 4 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷനും ഇല്ലാത്ത ഒരു അവസ്ഥ. ഒരു ഇത് ശരിക്കും പറഞ്ഞാല് കിടന്ന് എന്ന് വെച്ചാൽ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് അടുത്ത ആക്ഷൻ ആലോചിക്കുന്ന ഒരവസ്ഥയാണിത്. മനസ്സിലായോ? ഇവിടെ ഇനി എന്ത് എന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ ഒരാള് സൊല്യൂഷന് വേണ്ടി ചിന്തിക്കുന്നു, ഒരാള് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു, തിരിച്ചു വരുമോ എന്നൊരു പ്രതീക്ഷ. ആ ഒരു ഇതാണ് നിങ്ങളുടെ ഇതായിട്ട് ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. രണ്ടുപേരും രണ്ട് പ്രതീക്ഷ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ പ്രതീക്ഷയോടെ ആക്ഷൻ ഒന്നും എടുക്കാതെ വെയിറ്റ് ചെയ്യുന്ന രണ്ടുപേരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ നൈറ്റ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്, സർപ്പമാണ്. അത് വന്നില്ല, ഇങ്ങനെ വീണു. എനിക്ക് നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കാം. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ, ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇത് കാരണം നിങ്ങൾക്ക് ഈ ഒരു ചിലർക്കുണ്ടല്ലോ, ഇപ്പോ ഒരു കാര്യം നമ്മൾ ചെയ്തു, നമ്മൾ ഒരു കാര്യം, ഒരു സ്ഥലം തുടച്ചു കഴിഞ്ഞ്, ഞാൻ ചിലരുടെ ക്യാരക്ടറാ പറയുന്നത്, തുടച്ചു കഴിയുമ്പോൾ ഒരു സ്ഥലം വിട്ടുപോയി, അത് പിന്നെ ചെയ്യാന്ന് പറഞ്ഞ് പോയിരിക്കുന്നത്, അത് വിട്ടിട്ടാണ് നിങ്ങൾ ചിലർ പോകുന്നത്. ചിലർ അതല്ല, അതിങ്ങനെ മനസ്സിൽ കിടക്കും. രാത്രി ഉറക്കമില്ല, പിന്നെ രാത്രി ചിലപ്പോൾ എഴുന്നേറ്റിട്ട് വന്ന് ക്ലീൻ ചെയ്യുന്നവരുണ്ട്. അത് ഓബ്സസീവ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒതുങ്ങി നിൽക്കുകയാണെങ്കിലും ഇനിയും ആക്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം. ഇതൊരു ബ്രേക്കിംഗ് പീരിയഡ് ആണ്, ഒരു സമയമാണ്, കുറച്ചു നേരത്തെ സമാധാനം, അതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് വരുന്നത് ഇവിടെ. മദർ ഓഫ് കപ്സ്, വളരെ സ്നേഹമുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു എനർജി. പക്ഷെ അതിന്റെ കൂടെ വന്നിരിക്കുന്നത് 8 ഓഫ് സ്വേർഡ്സ് ആണ്. ഇതൊരു ട്രാപ്പാണ്. സ്നേഹം അഭിനയിച്ചു വരുന്ന ഒരു മദർ ഓഫ് കപ്സ് മാത്രം വന്നു കഴിഞ്ഞാൽ വളരെയധികം സ്നേഹം തരുന്ന ഒരു എനർജിയാണ്. പക്ഷെ ഇവിടെ സ്നേഹം അഭിനയമാണ്. കാരണം അതിന്റെ കൂടെ വന്നിരിക്കുന്നത് 8 ഓഫ് സ്വേർഡ്സ് ആണ്. 8 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ട്രാപ്പ് ചെയ്യാൻ വരുന്ന, ഉപദ്രവിക്കാൻ വരുന്ന, മനസ്സിലായോ? അത് നിങ്ങളെ ഉപദ്രവിച്ച് കാര്യം നടത്താൻ വരുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഈ റീഡിംഗ് വളരെ പ്രശ്നമുള്ള റീഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, എക്വേറിയസ്, ലിബ്ര, ജെമിനി, ഇത് 8 ഓഫ് സ്വേർഡ്സ് എന്ന ട്രാപ്പാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിലല്ല, നിങ്ങളും ഈ റിലേഷൻഷിപ്പിൽ ട്രാപ്പ് ആയിട്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണ്. ആ വ്യക്തി നിങ്ങളെ പിടിച്ചു വെക്കാൻ നോക്കുന്നില്ല. നിങ്ങളുടെ ചിലപ്പോൾ ഒരു വാശിയായിരിക്കും, അല്ലെങ്കിൽ നാട്ടുകാരോട് എന്ത് പറയും, അവരെന്ത് വിചാരിക്കും ഞാൻ ഈ വ്യക്തിയെ വിട്ട് കളഞ്ഞാലും. പക്ഷെ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് നിങ്ങളുടെ ജീവനും നിങ്ങളുടെ മനസ്സമാധാനവുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, മറ്റുള്ളവരെ ബോധിപ്പിക്കലല്ല. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ വാശിയും വൈരാഗ്യവും ദേഷ്യവും, പിന്നെ ഞാൻ കൊണ്ടുവിടില്ല നിങ്ങൾ അങ്ങനെ ചിലർ അങ്ങനെയാണ്, അവളുടെ കൂടെ പോയി അല്ലെങ്കിൽ അവന്റെ കൂടെ പോയി നിങ്ങൾ സന്തോഷിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് തരില്ല. അങ്ങനെ വരുമ്പോൾ ജീവഹാനിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, സൂക്ഷിക്കുക. അപ്പൊ ഇവിടെ കള്ളത്തരം അഭിനയിച്ചു വരുന്ന ഒരാള്. അതുപോലെ തന്നെ രണ്ടാമത്തെ റീഡിംഗ്, കൂടുതൽ സ്നേഹം നിങ്ങൾ ആ വ്യക്തിയോട് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് തീർത്തിരിക്കുന്ന ഒരു കാരാഗ്രഹത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആരും ട്രാപ്പ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം. മറ്റേ ആള് സ്നേഹം അഭിനയിച്ചു വരുന്ന ഒരാളാണ് നിങ്ങൾക്ക് പണി തരാൻ വേണ്ടി. 2 തരം മീനിങ് ആണ് ഇവിടെ വന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്ലാരിഫിക്കേഷൻ ചോദ്യങ്ങൾ ചോദിക്കാം. ഈ വ്യക്തി എങ്ങനെയുള്ള സ്വഭാവം ഉള്ള ആളാണ്? സ്ത്രീ ആയാലും പുരുഷനായാലും. ഇന്നത്തെ കാലത്ത് കുറെ പണിയുള്ള സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. ഇന്നത്തെ കാലത്ത് സത്യം അതൊന്നും അല്ല. കനിവ്, ദയ ഇതൊക്കെ വളരെ കുറവാണ്. നമ്മൾക്ക് തടസ്സമായിട്ടിരിക്കുന്നു, എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, തടസ്സമായിട്ടിരിക്കുന്നു, ചിലപ്പോൾ നശിപ്പിച്ചു കളയും. അത് അങ്ങനെയാണ് കേട്ടോ. നമ്മളെ ഈ എന്താ പറയാ, വാഴയുടെ ചോട്ടിലും തെങ്ങിന്റെ ചോട്ടിലും നമ്മൾ വളരെ അരുമയായിട്ട് ഒരു ചെടി നട്ടു വളർത്തുമ്പോൾ അതിന് ചുറ്റും വരുന്ന വീഡ്സ് ഇല്ലേ, കള, അത് പറിച്ചു കളയില്ല. അത്ര ലാഘവത്തോടെയാണ് ഇന്ന് മറ്റുള്ളവരുടെ ജീവനെ ആൾക്കാരെ കാണുന്നത്. സൂക്ഷിക്കുക. എനിക്ക് എന്താണോ അങ്ങനത്തെ ഒരു എനർജി വരുന്നുണ്ട് ഇതിന് ഭയങ്കര. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതം സ്വഭാവം എന്താണ്? ക്വീൻ ഓഫ് സ്വേർഡ്സ് ആണ്. വളരെ ഈ ക്വീൻ ഓഫ് സ്വേർഡ്സ് കാണുമ്പോൾ ചിലപ്പോൾ ഒരു സൈക്കോപാത്തിന്റെ പോലത്തെ എനിക്ക് സ്വഭാവം തോന്നും. എന്ന് വെച്ചാല് കൂടുതൽ ലോജിക്കലും പ്രാക്ടിക്കലുമായിട്ട് ചിന്തിക്കുന്നവർക്ക് ഇമോഷൻസ് കുറവായിരിക്കും. അപ്പൊ അവർക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനും അവരനുഭവിക്കുന്ന ദുഃഖം അതൊക്കെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇങ്ങനെ ചെയ്താൽ മതി, ഇതല്ലേ സൊല്യൂഷൻ, പിന്നെ ഇനി എന്തിനാ ആലോചിക്കേണ്ട, അങ്ങനത്തെ ഒരു ചിന്ത വരും. ഈ ഒരു തീരുമാനം എടുത്താൽ തീരാവുന്ന പ്രശ്നമേ നമ്മൾ തമ്മിലുള്ളൂ.
നീ നിന്റെ വഴി, ഞാൻ എന്റെ വഴി, നീ എന്തിനാ തടസ്സമായിട്ട്, അങ്ങനത്തെ ചിന്തയാണ്. അപ്പൊ തടസ്സമായിട്ട് നിൽക്കുന്നത് വളരെ എന്താ പറയാ സെൽഫിഷ് ആയ ആളുകളാണ്. എനിക്ക് നല്ല ജീവിതം കിട്ടരുത് വെച്ചിട്ടല്ലേ നീ തടസ്സമായിട്ട് നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ ഈ ക്വീൻ ഓഫ് സ്വർഡ്സ് കാണിക്കുന്നത്. സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഡെവിൾ അതിന്റെ കൂടെ വന്നിട്ടുണ്ട്. ക്വീൻ ഓഫ് സ്വർഡ്സിന്റെ കൂടെ ഡെവിളും കൂടെ വന്നാലൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോ വല്ലാത്തൊരു നെഗറ്റീവ് എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഈ വ്യക്തിയുടെ സ്വഭാവം ഇതാണ്, ഈ വ്യക്തിയുടെ സ്വഭാവം. അതിന്റെ കൂടെ ക്വീൻ ഓഫ് വാൻഡ്സും അടിപൊളി. ഓക്കെ, എടുത്തുചാട്ടമുള്ള കാര്യങ്ങൾ കാര്യമായിട്ട് ചിന്തിക്കാത്ത ഒരു എനർജിയാണ്. ക്വീൻ ഓഫ് സ്വേർഡ്സ് പിന്നെയും ആലോചിക്കും, പക്ഷെ ക്വീൻ ഓഫ് വാൻഡ്സ് ഒരു രക്ഷയില്ല. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആ കാര്യം നടത്തും, ഒറ്റ വാശിയിൽ നിൽക്കുന്നത്. മറ്റുള്ളവരെ ഹേർട്ടാവും, സ്വന്തം അമ്മ, അച്ഛൻ, ബ്രദർ, സിസ്റ്റേഴ്സ്, ഇവരൊന്നും ഹേർട്ടായാലൊന്നും ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു എനർജിയാണ് ഈ ക്വീൻ ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞത്. അവരുടെ കാര്യം നടക്കണം. അത് എല്ലാ ക്വീൻ ഓഫ് വാൻഡ്സും എല്ലാ ക്വീൻ ഓഫ് സ്വേർഡ്സും അല്ല. ചില പ്ലാനറ്ററി വേറെ ഇന്നറിയില്ലേ, കുജൻ അങ്ങനെ നോക്കി, ചന്ദ്രൻ ഇങ്ങനെ നോക്കി നമ്മളുടെ ഇതിൽ പറയില്ലേ, അങ്ങനത്തെ അവസ്ഥയിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ ക്രൂരത അവരുടെ മനസ്സിൽ വരുന്നത്. ഈ രണ്ട് ക്വീനും തലവേദന ഉണ്ടാക്കുന്ന ക്വീനാണ്. ഒരാള് ഒരു കാര്യം എന്ത് ചെയ്യാനും ധൈര്യമുള്ള, ഒരു കുലുക്കവും പ്രശ്നവും ഒന്നുമില്ലാത്ത ഒരാളാണ് ക്വീൻ ഓഫ് സ്വർഡ്സ്. ക്വീൻ ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ സെൽഫിഷ് ആണ്. ആ കാര്യങ്ങൾ നടത്തിയത്. അതിൻ്റെ ഇടയിൽ കൂടെ ഡെവിളും വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല. അപ്പോ ഈ ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇരിക്കുന്നത്. ഈ വ്യക്തിയുടെ സ്വഭാവം ഇതാണ്. ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാണ് വ്യക്തിയുടെ സ്വഭാവം. സ്വന്തം കാര്യം നടക്കണം, അത്രേ ഉള്ളൂ. അതിന് ഇപ്പോ അമ്മയെ കുറിച്ച് അച്ഛനോട് കുറ്റം പറയാനും, അച്ഛൻ അമ്മയെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അത് കേട്ടിരിക്കാനും, മറുപടി പറയാനും, അതുവഴി കുറച്ച് ഡ്രസ്സ് കിട്ടുകയോ കുറച്ച് പോക്കറ്റ് മണി കിട്ടുകയോ അതൊക്കെ സമ്പാദിക്കുന്ന കുറച്ച് ആളുകളാണ് ഈ ക്വീൻ ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞത്. ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തം ലോകത്ത് ജീവിക്കുന്ന ഒരു എനർജിയാണ്. ചെറുപ്പം തുടങ്ങിയത് മനസ്സിലായി. അവർക്ക് പുറമേ ഉള്ള ആളുകളായിട്ടുള്ള അവർ എപ്പോഴും ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്, സ്വന്തം അഭിപ്രായമുള്ള, ഒരു കാര്യം ചെയ്യാൻ, ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങളുടെ ഈ വ്യക്തിയുടെ സ്വഭാവം ഇങ്ങനത്തെ കുറച്ച് കടുംപിടുത്തമുള്ള സ്വഭാവമാണ്. സ്വന്തം കാര്യം മാത്രം കാണുന്ന, ഞാനാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ്. ഡെവിളാണ് ഇടയ്ക്ക് നിൽക്കുന്നത്. അപ്പൊ ഇതെല്ലാം കുറച്ച് കൂടുതലാവും. ചിലപ്പോൾ അത് ഇപ്പോഴത്തെ എനർജി ആയിരിക്കും ഈ വ്യക്തിയുടെ. നേരത്തെ ഈ രണ്ട് എനർജി ഉണ്ടെങ്കിലും ഈ ഒരു എനർജിക്ക് അധികം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സ്വാർത്ഥത കൂടുന്തോറും, കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ഒരു ഫ്രസ്ട്രേഷൻ കൂടുന്തോറും ഡെവിൾ എനർജിയും കൂടെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് അക്വേറിയസ് ലിബ്ര ജെമിനി, ഇത് കാപ്രിക്കോൺ ആണ്, ഇത് ഏരീസ് ലിയോ സാജിറ്റേറിയസ്. വല്ലാത്തൊരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ. അങ്ങനെ വരുമ്പോ നിങ്ങളോട് ഇവർക്കുള്ള ഫീലിങ്സ് എന്താണ് ഇപ്പോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. ഇവരോട് ഈ റീഡിംഗ് കാണുന്ന റെഡ് റോസ് സെലക്ട് ചെയ്തവരോടുള്ള അവരുടെ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ് ഇപ്പോഴത്തെ? ടു ഓഫ് വാൻഡ്സ് ആണ്, ടു ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത്. അപ്പൊ പിന്നെ ഈ എനർജി എന്തുകൊണ്ടാണ്? ടു ഓഫ് കപ്സും സണ്ണുമാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് ചേർന്ന ആളാണെന്നാണ് വിശ്വസിക്കുന്നത്. അതിന്റെ കൂടെ സണ്ണും കൂടെ കാണിക്കുന്നത്. സൺ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്, ക്ലാരിറ്റി. അപ്പൊ ഇവിടെ നിങ്ങളോടുള്ള ഫീലിങ്സ് വരുമ്പോ ഈ വ്യക്തിക്ക് ശരിക്കും നിങ്ങളോടുള്ള ഫീലിങ്സ് ഉണ്ടല്ലോ. ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരേ മനസ്സുള്ളവര്, ഒരേ സ്വഭാവമുള്ളവര്, രണ്ടുപേരും തമ്മിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ വ്യക്തിയുടെ സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് ഈ വ്യക്തി കാണുന്നത്. അപ്പോ ചിലപ്പോ കാരണം ഇങ്ങനത്തെ എനർജിയിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു വെളിപാടുണ്ടായതായിരിക്കാം, നിങ്ങളാണ് എന്റെ ആള് എന്ന് വെച്ചാൽ ഇത്ര ദേഷ്യമുണ്ട്, നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് പറഞ്ഞാണ് എനർജി, നിങ്ങൾ തമ്മിലുള്ള എനർജി. പക്ഷെ ഇപ്പോ നിങ്ങളോടുള്ള ഫീലിങ്സ് ചോദിക്കുമ്പോൾ ഈ നിമിഷം എന്തോ ഒരു വെളിപാടുണ്ടായിട്ടുണ്ട് വ്യക്തിക്ക്. അപ്പോ നിങ്ങളാണ് ഈ വ്യക്തിയുടെ ആള്. അപ്പൊ എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്, ആ കാര്യത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളാണ് ഈ വ്യക്തിയുടെ ആള്. വേറെ ആർക്കും എന്നോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വേറെ ആരും എന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെയോ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ആക്കില്ല എന്നൊരു ചിന്ത വെളിപാടുണ്ടായിട്ടുണ്ട്. നമ്മളുടെ ചോദ്യം അതാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ചെയ്യുന്ന ത്യാഗവും നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള സ്നേഹത്തിന്റെ ആഴവും മനസ്സിലാക്കുന്നുണ്ടെന്നാണ്. ഈ വ്യക്തി ഈ നിമിഷം അത് മനസ്സിലാക്കുന്നുണ്ട്. ഇത് ലിയോ ആണ്, ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. അപ്പൊ ആണ് ഈ വ്യക്തിയുടെ ആള്, ശരിക്കുമുള്ള ആള്. ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ. നിങ്ങളല്ലാതെ വേറെ ആരും ഈ വ്യക്തിക്ക് ശരിയാവില്ല എന്നൊരു തിരിച്ചറിവ് ഈ നിമിഷം ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്. അപ്പോ വ്യക്തി നിങ്ങളെ കുറിച്ച്, നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിരുന്ന
ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടാവാം. മനസ്സിലായോ? അപ്പൊ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ. ആദ്യം എനർജി നിങ്ങൾ തമ്മിലുള്ള എനർജി നോക്കിയപ്പോൾ ഇങ്ങനത്തെ എനർജി വന്നു, പക്ഷെ ഇപ്പൊ തിരിച്ചറിവ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ വ്യക്തി, ഇതറിയാം വ്യക്തിക്ക്, പിന്നെ എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധം, അപ്പൊ വ്യക്തിക്ക് അറിയാഞ്ഞല്ല, നിങ്ങളെ അറിയാം, നിങ്ങളാണ് ഈ വ്യക്തിയുടെ എല്ലാം എന്ന് ഈ വ്യക്തിക്ക് അറിയാം. എന്തുകൊണ്ടാണ് വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാര്യം എന്താണ്? ഇവിടെ ഒരു ഷാഠ്യമാണ്. ഇവിടെ ആരോ ഒരാള്, ഈ വ്യക്തി ഒരു ചേഞ്ചിന് ആഗ്രഹിച്ചതാണെന്നാണ് പറയുന്നത്. ഡെത്ത് കാർഡ് ട്രാൻസ്ഫോർമേഷൻ ആണ് കാണിക്കുന്നത്, പക്ഷെ അത് റിവേഴ്സ് ആണ്. അപ്പൊ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാര്യം, ഈ റിലേഷൻഷിപ്പില് ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് വിചാരിച്ചിട്ടാണ്. ചിലപ്പോ ബോറടിച്ചിട്ടുണ്ടാവോ, ഇത്രയും വർഷമൊക്കെ ആയില്ലേ, ഇനിയിപ്പോ വേണ്ട എന്നൊക്കെ വിചാരിച്ച ഒരു ചിലപ്പോ ചില സീരിയലൊക്കെ ഒന്ന് കാണുമ്പോ, കോമഡി സീരിയൽ ഉണ്ട്, അതിനകത്ത് ഇപ്പോ ഈ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻസ് കുറെ ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ആരോട് സംസാരിക്കാം. ഇപ്പൊ വിവാഹം കഴിച്ചവരാണെങ്കിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ രഹസ്യമായിട്ട് മറ്റു ആണുങ്ങളോടോ മറ്റു പെണ്ണുങ്ങളോടോ സംസാരിക്കാം, അറിയണമെന്നില്ല അവർ തമ്മിൽ. അങ്ങനെ വന്നപ്പോ ഒരാള് ഇങ്ങനെ ചെയ്യുന്ന ഒരാള്, സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാള് അല്ല ഫ്രണ്ട്സിനെ പ്രലോഭിപ്പിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവരികയാണ്. അവസാനം ഒരാള് പോയി കാണുന്ന പെണ്ണ് ഈ പ്രലോഭിപ്പിക്കുന്ന ആളുടെ ഭാര്യയാണ്. അതൊക്കെയാണ് ഇതിലെ ചതിക്കുഴികൾ. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ ആരെങ്കിലും വ്യക്തിയെ പ്രലോഭിച്ചിട്ടുണ്ടാവും, നിനക്ക് എന്താണ് ഇങ്ങനെ, നിനക്ക് ബോറടിക്കുന്നില്ലേ, ഇത്രയും വർഷമായില്ലേ, ഗേൾ ഫ്രണ്ട് ഇങ്ങനെയാണെങ്കിൽ നല്ല പെൺകുട്ടികൾ എന്തോരം ഉണ്ടെങ്കിൽ നല്ല ആളുകൾ എന്തോരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് ആരെങ്കിലും ഈ വ്യക്തിയെ ഈ ഒരു വഴി, നിങ്ങളുമായിട്ടുള്ള ബന്ധം അവിടെ ഇരുന്നോട്ടെ, നമുക്കൊന്ന് ടൈം പാസ് ചെയ്യാമെന്ന് പറഞ്ഞ് ആരോ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയതായിരിക്കാം നിങ്ങളുടെ വ്യക്തിയെ. അത് നിങ്ങളുടെ വീട്ടുകാരാവാം, വ്യക്തിയുടെ വീട്ടുകാരാവാം. നിനക്ക് വേറൊരാളെ കല്യാണം, ഇപ്പൊ കുട്ടികളില്ലാത്ത ഫാമിലിയൊക്കെ ആണെങ്കിൽ ആണുങ്ങളെ പറഞ്ഞു മാറ്റുക, പെണ്ണുങ്ങളെ പറഞ്ഞു മാറ്റുക, നിനക്ക് വേറെ റിലേഷൻഷിപ്പ് വരും, നീ എന്തിനാണ് ഇതിൽ നോക്കുന്നത് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോ ഇവിടെ അതാണ് കാണിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. വ്യക്തിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ വ്യക്തി അതിലേക്ക് പോയത്. അപ്പോ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന കാര്യം അതുപോലെ തന്നെയാണ്. കാരണം ഈ വ്യക്തി ആ ഒരു സംശയത്തിലാണ് ഇനി വേറെ ആളെങ്കിലും നോക്കണമെന്ന്. പക്ഷെ അപ്പോഴാണ് തിരിച്ചറിവ് വന്നത് ഈ വ്യക്തിക്ക്, ഇല്ല നിങ്ങൾ തന്നെയാണ് ആള്, വേറെ ആരും. അപ്പൊ ആരെങ്കിലും ചിലപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അവരായിട്ടോട്ട് അങ്ങോട്ട് കണക്ഷൻ കിട്ടിയില്ലായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ഇപ്പോഴത്തെ ഇതില് നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ നല്ല ഫീലിങ്സ് ആണ്. അത് അന്നും അതെ ഇന്നും അതെ. അതിനിടയിൽ ഒരു ഇത് നോക്കിയതാണെന്നാണ് കാണിക്കുന്നത് ഇവിടെ. ക്യാൻസർ പൈസ സ്കോർപിയോ ഡെത്ത് കാർഡാണ്, അത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ആ ഇമോഷൻ ഇപ്പൊ ഇല്ല, നിങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഈ വ്യക്തി ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് നമുക്ക് ചോദിക്കേണ്ടത്, അല്ലെ? ഇതിപ്പോ വ്യക്തി വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വേണ്ട, നിങ്ങൾ മതി എന്നൊരു തീരുമാനം വ്യക്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇവിടെ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഭഗവാനെ, ഇവർക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾ എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? 4 of Wands-ഉം വീലുമാണ്. നിങ്ങളുടെ ജീവിതത്തില് ചെറിയൊരു ഏട്, ഒരു ചെറിയ ഏട്, വളരെ സന്തോഷം ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പിൽ ചെറിയൊരു ഏട്, കുറച്ച് വേദനയുടെ ഒരു സമയം, അത്രേ ഉള്ളൂ. ഇനിയും സെലിബ്രേഷൻസ് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തി ഇനി നിങ്ങളോട് നോർമൽ ആയിട്ട് പെരുമാറും, കാരണം തിരിച്ചറിവായിട്ടുണ്ട്. അപ്പൊ പഴയ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഈ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കേണ്ട. ഓരോ അബദ്ധങ്ങൾ ഓരോരുത്തർക്ക് പറ്റും, പക്ഷെ തെറ്റ് മനസ്സിലാക്കി കുറ്റബോധത്തോടെ തിരിച്ചറിവോടെ തിരിച്ചു വരുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യുക. വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വ്യത്യാസങ്ങൾ വന്നു തുടങ്ങുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ പേടിക്കണ്ടെന്നാണ് നിങ്ങളോട് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് നിങ്ങൾ ഇത് പേടിക്കണ്ട. ഈ ഒരു ചില സമയത്ത് എന്താ പറയാ, ഇരുട്ട് കയറുമെന്ന് പറയില്ലേ, ആ ഒരു ചെറിയൊരു സമയത്തേക്ക് ഒരു ഇരുട്ട് കയറി. ചെറിയ സമയം നമ്മൾ പറയും, നിങ്ങൾക്ക് അത് വലിയ സമയം, കാരണം ആ ടെൻഷനും വേദനയും എല്ലാം നിങ്ങൾ അനുഭവിച്ചതാണ്. നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി, മീൻസ് ആ റിലേഷൻഷിപ്പിന് വേണ്ടി, അത് വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളെല്ലാം ത്യജിച്ച് വളരെയധികം സ്നേഹത്തോടെ പെരുമാറിയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്. കുഴപ്പമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോ ഇവിടെ 4 of Wands, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, വീൽ കാർഡ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. വീൽ എന്ന് പറഞ്ഞാൽ കാലചക്രം.
ഇനിയിപ്പോ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ മാറാൻ പോവുകയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഈ വ്യക്തിക്കുള്ള ശരിക്കുള്ള ഫീലിങ്സ് ചോദിച്ചപ്പോ ജാക്കാസ് എന്ന് പറയുന്നത്, കാരണം ഒരു ഇഡിയറ്റ് ആയ പോലെ ഈ വ്യക്തി ഒരു മണ്ടനായിരുന്നു എന്ന് ഈ വ്യക്തി സമ്മതിക്കുന്നു. ഞാൻ മണ്ടത്തരമാണ് കാണിച്ചത് എന്ന് ഈ വ്യക്തി തുറന്ന് സമ്മതിക്കുകയാണ് നിങ്ങളോട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവര് അബദ്ധം പറ്റുന്നത് നമ്മളത് ഒരു പ്രാവശ്യമൊക്കെ ക്ഷമിക്കാം. അങ്ങനെ സ്ഥിരമായ സ്വഭാവമുള്ള ഒരാളല്ല എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തി. നമുക്ക് നോക്കാം. ഇനി ട്രൂ കളേഴ്സ്. ഇപ്പോഴാണ് ഫ്രണ്ട്സിന്റെ ഒക്കെ ശരിക്കുള്ള എന്താ, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം കണ്ട് അസൂയ വന്നിട്ടായിരിക്കും ആരെങ്കിലും ഈ വ്യക്തിയെ വഴി തെറ്റിച്ച് വിടാൻ നോക്കിയത്. ഡെവിളും കണ്ടല്ലോ നമ്മള്. അപ്പൊ അങ്ങനെ ഇതൊരു ഫ്രണ്ടിന്റെ പരിപാടി ആയിരിക്കും. അപ്പൊ ട്രൂ കളർ ശരിക്കുള്ള കാര്യം മനസ്സിലായി. സ്പിരിച്വൽ ആണ് ഇപ്പൊ വ്യക്തി. ഈ വ്യക്തി ഭയങ്കര ഒട്ടും ഹാപ്പി അല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നാണ് പറയുന്നത്. സ്പിരിച്വൽ ഗിഫ്റ്റ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ദേഷ്യത്തിലാണോ ഇനി സ്വീകരിക്കുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടാരോ റീഡിംഗ് എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഗെറ്റിംഗ് റീഡിംഗ് ടാരോ റീഡിംഗ് എടുക്കുന്നുണ്ട് ഈ വ്യക്തി. അപ്പോ നിങ്ങളെ വളരെ കാര്യമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. കൈവിടണ്ട കേട്ടോ. നല്ല റിലേഷൻഷിപ്പ് ആണിത്. ഒരു അബദ്ധം പറ്റിയതാണ്. അപ്പോ ക്ഷമിക്കുക. അപ്പൊ അതാണ് ഒന്നാമത്തെ റീഡിംഗ്. അപ്പൊ ഇതൊരു നല്ല റീഡിംഗ് ആയിരുന്നു. തുടക്കത്തിൽ ഞാൻ ടെൻഷൻ അടിച്ചെങ്കിലും പിന്നെ അങ്ങോട്ട് വന്നപ്പം ഒരു ഇതിനിടയിൽ കുറച്ച് പണി ആരോ തന്നതാണ്. നിങ്ങൾ അതൊരു ദൈവത്തിന്റെ പരിപാടി ആയിരിക്കും. നിങ്ങൾ അത്ര വളരെ ഈസി ആയിട്ട് റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ, ഒരു കാര്യത്തിൽ എടുക്കുമ്പോൾ ഒന്ന് പേടിപ്പിച്ചേ എന്ന് പറഞ്ഞോട് പേടിപ്പിച്ചേ, അതുപോലെ പേടിപ്പിച്ചായിരുന്നു കേട്ടോ. അത്രയേ ഉള്ളൂ, മാറും. അപ്പൊ രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോ ടൈം അപ്പോ രണ്ടാമത്തെ കാർഡിന്റെ റീഡിംഗ് നമ്മൾ എടുക്കുമ്പോൾ എന്താണ് ഓവറോൾ നമുക്ക് നോക്കാം. 5 of Wands ആണ്. 5 of Wands എന്ന് പറഞ്ഞാൽ എപ്പോഴും അടി, ഭയങ്കര കോമ്പറ്റീഷൻ. രണ്ടുപേരും ഈഗോ ഉള്ള ആളുകളായിരിക്കാം. ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണിത്. ഭയങ്കരമായ ഈഗോ ഉള്ള രണ്ടാളുകളാണെന്നാണ് പറയുന്നത്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വിവാഹ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതിനകത്ത് ഇടപെടുന്നുണ്ട്, വഴിയെ പോകുന്നവർ ഇടപെടുന്നുണ്ട്, അടുത്ത വീട്ടിലെ ചേട്ടനും ചേച്ചി ഇടപെടുന്നുണ്ട്, നിങ്ങളുടെ ഫാമിലിയിലുള്ള ബ്രദർ സിസ്റ്റേഴ്സ്, ഓഫീസിലുള്ളവര്, നിങ്ങളുടെ അച്ഛനമ്മ എല്ലാവരും ഇടപെട്ട് കോളമാക്കി എടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത്. ഇവരൊന്നും ഇടപെടേണ്ട കാര്യമില്ല. നമ്മള് ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടും ഹസ്ബൻഡും വൈഫും ആരെങ്കിലും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ തീർക്കുക. വേറെ ആരെയും ഇടപെടുത്തരുത്. വേറെ ആർക്കും ഇതിനകത്ത് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. വെറുതെ കയറി കോളമാക്കിയിട്ട് പോകും കേട്ടോ. നിങ്ങൾക്ക് ജീവിതം നഷ്ടപ്പെടും. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു അവസ്ഥയെ കാണിക്കുന്നത്. ക്ലാരിഫൈ ചെയ്യുന്നത് മൂൺ കാർഡും അപ്രൈറ്റും ഏസ് ഓഫ് വാണ്ട്സും റിവേഴ്സും. ഒട്ടും പാഷനില്ല. ഇപ്പൊ ഇത് എങ്ങനെയെങ്കിൽ തലേന്നൊന്ന് പോയാ മതി എന്ന് എന്തിനാണ് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന രണ്ടുപേരായിരിക്കും. ഇവരെയൊക്കെ ഞാൻ വിളിച്ചു കയറ്റി എന്തിനാണ്, എന്നൊന്ന് സഹായിക്കാനാണ് വിളിച്ചു കയറ്റിയത്, പക്ഷെ ഇത് കോളമാക്കി തന്നു എന്നാണ് പറയുന്നത്, മനസ്സിൽ പറയുന്നത്. ക്യാൻസർ, പൈസിസ്, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ഏരീസ് ലിയോ സാജിറ്റേറിയസ് മൊത്തം കോളമായിട്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം എന്താണ്? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ശരിക്കുമുള്ള സ്വഭാവം എന്താണ്? ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. നിങ്ങളുടെ വ്യക്തിയുടെ ശരിക്കുമുള്ള സ്വഭാവം എന്താണ്? 10 of Cups. ഹാപ്പിയാണ്. പക്ഷെ ഈ ഹാപ്പിനെസ് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു വ്യക്തി, ക്വീൻ ഓഫ് പെന്റക്കിൾസും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ശരിക്കുമുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെയധികം ഹാപ്പിനെസ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ ഹാപ്പിനെസ് എന്താണ് എന്ന് വ്യക്തിക്കറിയില്ല. ഈ വ്യക്തിക്ക് പണം ഉണ്ടാക്കണം, എല്ലാവരെയും സഹായിക്കുന്ന മെന്റാലിറ്റി ഉള്ള ഒരാളാണ്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഫാമിലിയെയും ജോലിയെയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി. കാപ്രിക്കോൺ ആണ് ശരിക്കും. ടോറസ് ലോഗോ കാപ്രിക്കോൺ. ഇത് ക്യാൻസർ പൈസസ് സ്കോർപിയോ, ക്യാൻസർ പൈസസ് സ്കോർപിയോ. അപ്പോ കൂടുതൽ സന്തോഷം വരുമ്പോൾ ചില നമ്മള് ഇത് കാണുമ്പോൾ ചിലര് നമ്മളെ പിടിച്ചിരുത്തും. എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹം, കൂടുതൽ സ്നേഹമാകുമ്പോൾ നമുക്ക് നമ്മളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല അല്ലെ. എന്റെ കൂടെ ഇരിക്കുന്ന ഓഫീസിൽ പോകണ്ടെന്ന് പറയുമ്പോൾ ഒരു ലീവാണ് പോകുന്നത്. നമ്മൾ അങ്ങനെ ഇവരങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ലീവ് പോകും. അതുമല്ല, ഞാൻ ലീവ് എൻകാഷ് ചെയ്യാനിരിക്കുമ്പോഴാണ് ഒരു ലീവ് പോയാൽ അത്രയും പൈസ പോവാം. പൈസയുടെ ഇതിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവരുടെ സന്തോഷം പൈസയുടെ ഇതില്, പൈസ എത്ര കിട്ടുന്നു അത് അവർക്ക് ചെലവാക്കി കളയാനല്ല, നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് അവരുടെ മനസ്സിൽ, നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല. അപ്പൊ നിങ്ങളെ കുറച്ച്
അങ്ങനെ ഇമോഷണൽ ആയിട്ട് പെരുമാറുന്നവരെ കുറച്ച് സില്ലി ആയിട്ട് കാണുന്ന ഒരു ആളാണിത്. സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഓവറായിട്ട് സ്നേഹം കാണിക്കുന്നത് കണ്ണും കണ്ണും നോക്കിയിരിക്കുക, അതുപോലെ തന്നെ റൊമാൻറ്റിക് ആയിട്ട് കൈപിടിച്ച് സംസാരിക്കുക, ഇതൊക്കെ ഈ വ്യക്തിക്ക് ഒരു പെണ്ണായാലും ആണായാലും നിങ്ങളുടെ വ്യക്തി അവർക്ക് ഇത്തിരി ഒരു ചമ്മലൊക്കെ ഉള്ള ഒരു ടൈപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉള്ളിൽ ഭയങ്കരമായ സ്നേഹം ഉണ്ടെങ്കിൽ അവർ പ്രവൃത്തിയിലൂടെയാണ് കാണിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഗിഫ്റ്റ് കൊണ്ടുതരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഷർട്ട് എടുത്തു തരും, സാരി എടുത്തു തരും, നല്ല വില കൂടിയ മൊബൈൽ എടുത്തു തരും. അല്ലാതെ നിങ്ങളുടെ അടുത്ത് വന്ന് ഐ ലവ് യു പറയുകയോ നിങ്ങളുടെ കൂടെ ഇരിക്കാനോ അങ്ങനെയുള്ള ഒരു ഇതല്ല ഈ വ്യക്തി. അപ്പോ അതാണ് ഈ വ്യക്തിയുടെ സ്വഭാവം. ഇമോഷണൽ ആയിട്ട് ഭയങ്കരമായ ഇമോഷണൽ ആണ്. എത്ര സന്തോഷം ഉണ്ടെങ്കിലും അത് വളരെ ഒതുക്കി കൊണ്ടുപോകുന്ന ഒരാൾ, അങ്ങനെ ഷോ കാണിക്കാത്ത ഒരാളാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത്. നല്ലത്. എനിക്കത് ചീത്ത സ്വഭാവമായിട്ട് തോന്നില്ല. ചിലർക്ക് അതല്ല, ചില ആളുകൾക്ക് ഷോ കാണണം, അങ്ങനത്തെ ഒരിതുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഈ വ്യക്തിക്ക് ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ്? ഇപ്പോ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ്? അപ്പൊ ചിലപ്പോ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഒരു നോ കോണ്ടാക്റ്റിലാണെങ്കിൽ നീ മാറിയിരിക്കുന്നത്, ഇപ്പൊ കല്യാണം ആലോചിച്ചവരാണ് അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല, റിലേഷൻഷിപ്പിലാണ്, ഒരു ബ്രേക്ക് എടുത്ത പോലെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. നമുക്ക് നോക്കാം. ടെമ്പറൻസ്, ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ ഭയങ്കരമായ എന്താ പറയാ, ഭയങ്കരമായിട്ട് ഇങ്ങനെ മുറുക്ക പിടിക്കുന്നു, വ്യക്തിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ഈ വ്യക്തിക്ക് ആ വ്യക്തിയുടെ സ്പേസ് വേണ്ട ആളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് കുറച്ചു നേരം ഒന്ന് അകന്നിരിക്കുകയാണ്, ആ സ്പേസ് ഒന്ന് കിട്ടാൻ വേണ്ടി, ഒന്ന് ശ്വാസം എടുക്കാനും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചിന്തിക്കാനും അടുത്ത ആക്ഷൻ എന്താണ് ഇവരുടെ ജോലിയുടെ സംബന്ധമായിട്ടുള്ള. അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയിലാണ് വ്യക്തി ഇരിക്കുന്നത്, ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി. കാരണം ഈ വ്യക്തിക്ക് ഇപ്പൊ ഉള്ളത് പോരാ, ഇനിയും വളരണം, ഇനിയും ഫിനാൻഷ്യൽ ഇത് വരണം, ചിലപ്പോ പുറത്തേക്ക് ഫോറിനിലേക്ക് പോകണം. അപ്പൊ നിങ്ങൾ ചിലപ്പോ ഫോറിനിലേക്ക് പോകാൻ സമ്മതിക്കില്ലായിരിക്കും, എന്റെ കൂടെ വേണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇരിക്കുന്നുണ്ടാവാം. ഈ വ്യക്തി അതല്ല, നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ ഈ വ്യക്തി കൈവിട്ട് പോകുമോ എന്നൊരു പേടിയും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഈ വ്യക്തിക്ക് അത് അറിയാം, പക്ഷെ വ്യക്തി പറയുന്നത് എന്നാലും നമ്മളുടെ ഫ്യൂച്ചർ നന്നാക്കി എടുക്കുന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നിങ്ങളോട് സ്നേഹമുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നോർമൽ ആയിക്കോളും, കുറച്ചും കൂടെ മെച്യൂർഡ് ആയിക്കോളും എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. അപ്പൊ വ്യക്തി തീരുമാനിച്ച കാര്യത്തിന് പുറകിലേക്ക് പോവില്ല. വ്യക്തി മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട്. അപ്പൊ പുറത്തേക്ക് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നല്ല, ഒരു ഇനിയും വളരാനുണ്ട്, എനിക്ക് ഇനിയും പണം സമ്പാദിക്കാനുണ്ട്, ഇനി എന്റെ പ്രോജക്റ്റ് വലുതാക്കാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചിന്തയുള്ള ഒരാളായതുകൊണ്ട് എന്ത് കാര്യം ചെയ്താലും നിങ്ങൾ മനസ്സിലാക്കിക്കോളും, പയ്യെ മനസ്സിലാക്കിക്കോളും, ഇപ്പോഴുള്ള പ്രശ്നമൊന്നും കുഴപ്പമില്ല, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന എനർജിയിലാണ് വ്യക്തി. നിങ്ങളോട് സ്നേഹം ഇല്ലായ്മയൊന്നുമല്ല, നിങ്ങൾക്കും കൂടി വേണ്ട ഫ്യൂച്ചർ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ്. ഏറിസ് ലിയോ സാജിറ്റേറിയസ്, സാജിറ്റേറിയസ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ബന്ധമില്ലാതാകാനുള്ള കാര്യം ഞാൻ ചോദിച്ചപ്പോ ഇവിടെ ഇത് വന്നു. ആ കാർഡ് കുഴപ്പമില്ല, നമ്മൾ കണ്ട കാർഡാണ് ഇത്. പുതിയ 2 കാർഡുകളാണ്, 3 കാർഡുകൾ. മറ്റേത് നമ്മൾ കണ്ടു 3 ഓഫ് വൺസ് ആണ്, അത് കുഴപ്പമില്ല. അപ്പോ ഇവിടെ നിങ്ങളോടുള്ള ബന്ധം എന്തുകൊണ്ടാണ് അകന്നിരിക്കുന്നത്? ഇവിടെ ലവേഴ്സ് ആണ് കാണിക്കുന്നത്, സോൾമേറ്റ് കണക്ഷൻ ആണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ ആണ്, സോൾമേറ്റ് കണക്ഷൻ ആണ്. പിന്നെ വേൾഡ്. അപ്പോ നിങ്ങളെയും കൊണ്ട് നാട് ചുറ്റണം, നിങ്ങൾക്ക് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി. കാരണം നിങ്ങളൊരു ബ്ലോക്ക് ആയിട്ടാണ് നിൽക്കുന്നത്, എന്ന് വെച്ചാൽ ഒരു തടസ്സമായിട്ട്. ഈ വ്യക്തിയുടെയും നിങ്ങളുടെയും നല്ല ജീവിതത്തിലേക്ക് പോകാനുള്ള ആ പാതയിൽ ഒരു തടസ്സമായിട്ടാണ്, നിങ്ങൾ വളരെ ഇമ്മെച്ചുവേർഡ് ആയിട്ടാണ് പെരുമാറുന്നത്. അതുകൊണ്ടാണ് ഈ വ്യക്തി പോയത്. അപ്പം നിങ്ങളെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. കാരണം നിങ്ങളുടെ പെരുമാറ്റം ഈ വ്യക്തിക്ക് തോന്നുന്നത് നിങ്ങളെ മുമ്പോട്ടുള്ള പോക്കിനെല്ലാം മൊത്തം തടസ്സമാകുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ വിവാഹം പിന്നെ കഴിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ കാത്തിരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കും. കാരണം ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും, എന്റെ ജീവിതത്തിന് ഒരു ഉദ്ദേശമുണ്ട്, അത് എനിക്കറിയാം, അത് ചെയ്ത് തീർക്കാതെ എനിക്ക് പറ്റില്ല. അല്ലാതെ നിങ്ങളുടെ കൂടെ ഇരുന്നാല് നിങ്ങളും ഒരിക്കൽ എന്നെ പഴി പറയും എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങളെ വിശ്വസിച്ചിരിക്കുന്നത്, നിങ്ങളെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നത് കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഉന്നതിയും ഉണ്ടാകില്ല, പക്ഷെ നിങ്ങളെ ഉപേക്ഷിക്കുന്നുമില്ല. ഞാൻ ഇങ്ങനെ പോയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തിരിച്ചു വരാം, ഒരു സ്റ്റേറ്റസ് ആവുമ്പോൾ ഞാൻ തിരിച്ചു വരാം, നീ അതുവരെ കാത്തിരിക്കുമോ എന്നൊരു ചിന്തയുണ്ട്. പക്ഷെ നിങ്ങളോട് കാത്തിരിക്കാൻ പറയാൻ പറ്റില്ല, കാരണം ഈ വ്യക്തി പോകുന്ന കാര്യം നടന്നില്ലെങ്കിലും. അപ്പൊ അതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ ലവറാണ്, നിങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഫ്യൂച്ചർ നടക്കില്ല, അതുകൊണ്ടാണ് പോയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങളുമായിട്ട് നിങ്ങളുടെ കൂടെ ലോകം ചുറ്റിക്കാണുന്നതൊക്കെ ഈ വ്യക്തി സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പൊ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്നൊരു പ്രതീക്ഷയിലാണ് വ്യക്തി പോകുന്നത്. ഓൾ റൈറ്റ്.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സിന്റെ? യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരാനാണ്? 4 ഓഫ് ചാലിസും 4 ഓഫ് വോൺസും. നേരത്തെ വന്ന റീഡിങ്ങിലും ഇതേ 2 കാർഡുകളാണ് വന്നത്. 4 ഓഫ് ചാലിസും. ഇത് നല്ല കാർഡുകളാണ്. ഈ വ്യക്തി കുറച്ച് stubborn ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ലെന്ന് യൂണിവേഴ്സ് പറയുന്നു. പക്ഷെ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ്. നല്ല സമയം വരുന്നുണ്ട്. നിങ്ങളൊന്ന് ക്ഷമയോടെ കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ 2ഉം 4 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ 4 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോ നിങ്ങളൊന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്തിട്ട് വിട്ടിട്ട് പോയതല്ല, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണത്. പക്ഷെ നിങ്ങൾ ഈ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ കാലിൽ കയറി പിടിക്കുന്നത് കൊണ്ടാണ് ഈ വ്യക്തി ഇവിടെ നിങ്ങളോട് പറയാണ്ട് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നത്. ചീത്ത ഉദ്ദേശത്തോടു കൂടിയല്ല കേട്ടോ. അപ്പൊ നമുക്ക് ഈ വ്യക്തിയുടെ ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ശരിക്കുള്ള ഫീലിങ്സ് എന്താണ്? 3 കാർഡുകളാണ്. 3ഓ 2ഓ കാർഡാണ്. ഓക്കെ, കുറച്ച് കാർഡുകളുണ്ട്. ഈ വ്യക്തി ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ഇതിപ്പോ നോ സ്ട്രിങ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് കാര്യമില്ല. ഇവിടെ നിങ്ങളൊരു ബ്ലോക്ക് ആയിട്ട് നിൽക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം കേട്ടോ. ഈ വടക്ക് നിങ്ങള് വ്യക്തി പോകുന്നു പുറത്തേക്ക് എന്ന് പറയുമ്പോഴേ ബളം തുടങ്ങും. അതുകൊണ്ടാണ്. അപ്പൊ വ്യക്തി പറയുന്നത് ഇപ്പൊ തൽക്കാലം ഞാനൊരു വിവാഹിതനാണ് അല്ലെങ്കിൽ വിവാഹിതയാണ് എന്ന് ഞാൻ അങ്ങനെ ഒരു ചിന്ത എനിക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വിവാഹം എൻഗേജ്മെന്റ് കഴിഞ്ഞ 2 പേരാണെങ്കിലും വിവാഹം ഉറപ്പിച്ച 2 പേരാണെങ്കിലും അതല്ല ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് ആണെങ്കിലും, അപ്പോ ഈ വ്യക്തി പറയുന്നത് അങ്ങനെയുള്ള ചിന്ത ഇപ്പൊ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ നീയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് കഴിഞ്ഞാല് ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഫ്രീഡം വേണം. എന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം വേണം. വേറെ സ്ത്രീയുടെ കൂടെ പോകാനോ വേറെ പുരുഷന്റെ കൂടെ പോകാനുള്ള ഫ്രീഡം അല്ല. എന്റെ വഴി വെട്ടിത്തെളിച്ച് എനിക്ക് മുമ്പോട്ട് പോകണം. എനിക്ക് ചെന്നെത്തേണ്ട സ്ഥലത്തേക്ക് എനിക്ക് എത്തണം. അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. പക്ഷെ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതെത്തില്ല. അപ്പൊ ഞാൻ പോയി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് എന്നിലുള്ള വിശ്വാസം വന്നോളും ഓട്ടോമാറ്റിക്കലി. ഞാൻ സ്ഥിരമായിട്ട് നിന്നെ വിളിക്കുകയും എല്ലാം ചെയ്യും, കോണ്ടാക്ട് വെക്കും. അപ്പൊ പിന്നെ നിനക്ക് എന്നെ മനസ്സിലാകും. അപ്പൊ നീ എന്നോട് ഒന്നും കൂടെ എന്നെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് 2 പേർക്കും നല്ലൊരു റിലേഷൻഷിപ്പ് പടുത്തുയർത്താൻ പറ്റും എന്നാണ് വ്യക്തി വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിലാണ് വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങൾ ഉപേക്ഷിച്ച് പോയതല്ല കേട്ടോ. നോ കോണ്ടാക്ട് ആണെങ്കിലും തിരിച്ചു വരും ഈ വ്യക്തി. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് പോയിരിക്കുന്നത്. അപ്പൊ 2ാമത്തെ കാർഡിന്റെ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. കാർഡ് താഴെ അതൊന്ന് കാർഡ് താഴെ തെറിച്ചു പോയി. അത് നിർത്തതാണ്. ഇപ്പോ അതായി. ഇനി ഞാൻ 3ാമത്തെ കാർഡിന്റെ ഓവറോൾ എനർജിയാണ് നോക്കുന്നത്. ഇത് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. ഇടയ്ക്ക് വരും, ഇടയ്ക്ക് കാണുന്നില്ല. ഇടയ്ക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ റെസ്പോൺസും ഇല്ല. ചിലപ്പോൾ നിങ്ങളോട് പറയാതെ പോയി കളയുന്നു. അപ്പൊ ഇത് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ഥിരതയുള്ള ദീർഘവീക്ഷണമുള്ള ഒരു എനർജിയാണ്. വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ തീരുമാനമെടുക്കാൻ കുറെ സമയം എടുക്കും. എടുത്തോ പിടിച്ചോ ഒന്നും തീരുമാനം എടുക്കില്ല. ഒരു പ്രാവശ്യം തീരുമാനം എടുത്താൽ അതിൽ മാറ്റവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് തീരുമാനം എടുക്കാനായിട്ട് വൈകുന്നത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ലോങ് ടേം പ്ലാനുള്ള ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി ഇതാണ്. വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ചില സമയത്ത് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരാൾക്ക് അത് ഇഷ്ടപ്പെടില്ല. മനസ്സിലായി. പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണമെന്നായിരിക്കും. അപ്പൊ ഇതൊരു കല്യാണാലോചനയായിട്ട് വന്നതായിരിക്കും. എന്നിട്ട് ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയിരിക്കുകയായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നില്ലായിരിക്കും റിലേഷൻഷിപ്പിൽ. അതായിരിക്കും നിങ്ങളുടെ മനസ്സിലൊരു സംശയം. ഓക്കെ, ഇത് ക്ലാരിഫൈ ചെയ്ത ചാരിയറ്റും 2 ഓഫ് വോൺസും ആണ്. 2 ഓഫ് വോൺസ് എന്ന് വെച്ചാൽ തീരുമാനം എടുക്കുക, ഒരു ചോയ്സ് എടുക്കുക. അപ്പൊ ഈ സിറ്റുവേഷനിൽ ഒരു ചോയ്സ് എടുത്തിട്ടില്ല. ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. ചോയ്സ് എടുക്കുന്നത് വരെ ഇങ്ങനെ വളരെ സ്ലോ ആയിട്ടേ മൂവ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ക്യാൻസർ, പൈസീസ്, ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. മിക്കവാറും ഒരു കല്യാണാലോചനയുടെ കാര്യമായിരിക്കും. പല ആലോചനകൾ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ചോയ്സ് എടുക്കണം. അപ്പൊ നിങ്ങളുമായിട്ടുള്ള ആലോചനയുടെ കൂടെ
ഈ വ്യക്തിക്ക് വേറെ പല കല്യാണാലോചനകളും വന്നിട്ടുണ്ടാവും. നിങ്ങളായിട്ട് ക്ലോസ് ആയി അടുത്ത് പരിചയപ്പെടാൻ വേണ്ടി വന്നതായിരിക്കാം. അപ്പൊ ഇപ്പോ വ്യക്തി തീരുമാനം എടുത്തിട്ടില്ല എന്നൊരു കാര്യം കാണിക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് നോക്കാം. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അത് ക്യാൻസർ, പൈസസ് ആണ്. മറ്റേത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഈ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിച്ചിട്ട് അത്രയും ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നില്ല. അതാണ് നിങ്ങൾക്കൊരു ദേഷ്യം, അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു സുഖമില്ലായ്മ, അല്ലെ? എങ്ങനെയുള്ള സ്വഭാവമുള്ള ആളാണോ? കുറച്ചധികം വന്നു, എന്നാലും നമുക്ക് നോക്കാം. കിങ് ഓഫ് വാൻസ്, കുറച്ച് നല്ല ഈഗോ ഉള്ള ഒരാളാണ്. പിന്നെ 5 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ടൈപ്പ് ഒരു സ്വഭാവമുള്ള ഒരാളാണ്. എന്ന് വെച്ചാല് ചേരാത്ത കാര്യമാണെങ്കിലും വിട്ടുകളയാൻ ഒട്ടും മടിയില്ലാത്ത ഒരു എനർജിയാണിത്. വേറൊരു സ്വഭാവമുണ്ട്, കിങ് ഓഫ് പെന്റക്കിൾസ്. ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും സീക്രട്ട് ആയിട്ട് വെക്കുന്ന, എല്ലാവരോടൊന്നും എല്ലാ കാര്യങ്ങളൊന്നും പറയാത്ത ഒരു എനർജിയാണ് വ്യക്തിയുടെ. ചക്രവർത്തി പോലെയാണ്. ഈ വ്യക്തി പറയുന്നതാണ് കാര്യം, വേറെ ആരും പറയുന്നത് കേൾക്കില്ല എന്ന് പറയുന്നത്. പക്ഷെ നല്ല മറ്റുള്ളവരോട് ദയവും കനിവും ഒക്കെ ഉള്ള ഒരാളാണ് എംപറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില സമയത്ത് മറ്റു കാർഡുകൾ അനുസരിച്ച്. അപ്പോ ഇവിടെ പേജ് ഓഫ് ചാലഞ്ച്. അപ്പൊ ഈ വ്യക്തി ഇമോഷണൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ, എവിടെ എത്തിയിട്ടില്ല. അപ്പോ വ്യക്തി ശരിക്കും ആഗ്രഹിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. എന്ന് വെച്ചാൽ വളരെയധികം സന്തോഷം വേണം റിലേഷൻഷിപ്പിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന ഒരാളാണ്. സ്വന്തമായിട്ട് അഭിപ്രായമുണ്ട്. ഓരോരുത്തരെ കുറിച്ചും ഒരു മുൻവിധിയുള്ള ഒരു എനർജിയാണ് ഈ വ്യക്തിയുടെ. അതുപോലെ തന്നെ ചേരില്ല എന്നറിയാണ്. എനിക്ക് എന്റെ കൂടെ ചേരില്ല, എനിക്കൊരു സ്വഭാവമുണ്ട്, ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. അപ്പൊ എത്രയൊക്കെ നല്ല സ്വഭാവമുള്ള, നല്ല വീട്ടിൽ പിറന്ന, അല്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ള, നല്ല ജോലിയുള്ള, എന്തൊക്കെ നാട്ടുകാർ പറഞ്ഞ ഇന്ന ആളാ, ഇപ്പൊ വീട്ടുകാർ പറയുകയാണെങ്കിൽ നല്ലത്, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. പക്ഷെ ഈ വ്യക്തിക്ക് മനസ്സുകൊണ്ട് ചേർച്ച തോന്നിയില്ലെങ്കിൽ ഈ വ്യക്തി ഉപേക്ഷിച്ച് കളയും. വ്യക്തി അത് ചേർത്ത് പിടിക്കില്ല എന്നാണ്. അത് എന്തവസ്ഥയാണെങ്കിലും വ്യക്തിക്ക് ഉപേക്ഷിക്കാൻ ഒരു മടിയില്ലാത്ത ഒരു എനർജിയാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നതാണ് സ്വഭാവം. അപ്പൊ ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, വെർഗോ, പൈസീസ്, ഏരീസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളോട് ഇപ്പൊ ഈ വ്യക്തിക്കുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് മീൻസ് അത്ര അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്നാണ് വ്യക്തി പറയുന്നത്. നിങ്ങൾ കുറച്ചൊരു എന്താ പറയാ, ഇത് മനസ്സിലെ ചിന്തയാണ് വ്യക്തിയുടെ. ഈ വ്യക്തി പറയുന്നത് നിങ്ങൾക്ക്, ഈ വ്യക്തിക്ക് നേരത്തെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോ ഈ വിവാഹം നേരത്തെ വന്നിട്ട് നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ വീണ്ടും വന്ന വിവാഹാലോചന ആയിരിക്കാം. അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ ഈ വ്യക്തിക്ക് ഒരു വിവാഹാലോചന, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വിവാഹ ആലോചന നേരത്തെ വന്നിട്ട് ഈ വ്യക്തി നിങ്ങളെ വേണ്ടാന്ന് വെച്ചതായിരിക്കാം. ഇപ്പൊ ആ ഒരു പക നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് വ്യക്തിക്ക് സംശയമുണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ചില സമയത്ത് വ്യക്തിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ പഴയ പക വെച്ചോണ്ടിരിക്കുന്നുണ്ട്. ഈ വ്യക്തി ചിലപ്പോ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം തിരിച്ചു വന്ന ഒരു കല്യാണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബന്ധമായിരിക്കാം. ചിലപ്പോൾ ഒരു ഗിൽറ്റി ഫീലിംഗ് വന്നിട്ട് തിരിച്ച് നിങ്ങളോട് ചെയ്ത തെറ്റായി പോയി എന്നൊരു ബോധത്തോടെ തിരിച്ചു വന്ന ഒരു എനർജി ആയിരിക്കാം ഇത്. അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തിക്ക് സംശയമുണ്ട്, നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്ത് ഈ വ്യക്തിയോട് ഇനി ദേഷ്യം പ്രകടിപ്പിക്കുമോ എന്നൊരു പ്രശ്നം, ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നമാകുമോ എന്നൊരു പേടി ഈ വ്യക്തിയുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. ഇത് മൊത്തത്തില് അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. അപ്പോൾ ചിന്തകളാണ് ഈ വ്യക്തിയുടെ കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇപ്പൊ നോ കോണ്ടാക്റ്റിൽ പോയിരിക്കുന്നത്? ഈ വ്യക്തി ഇപ്പോ നോ കോണ്ടാക്റ്റിൽ പോയിരിക്കുന്നതിന്റെ കാര്യം എന്താണ്? നോ കോണ്ടാക്റ്റ് ആണ്. 5 ഓഫ് വാൻഡ്സ്. ഇവിടെ ഒരു സ്വരുമയില്ലാത്ത എന്തോ ഈ വ്യക്തിക്ക് നിങ്ങളായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങളായിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ഈ ചിന്തകള് വ്യക്തിക്ക് തോന്നുന്നത് ഇതൊരു പണിയാകും എന്നൊരു ഒരു തോന്നലുണ്ട്. അപ്പോ ഇത് കൺഫേം ആകാത്ത അത്രയും സമയം മാറി നിൽക്കാമെന്നാണ് വിചാരിക്കുന്ന ഈ വ്യക്തി. വേറെ ഈ വ്യക്തിയുടെ വീട്ടുകാർ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അവരെല്ലാം കൂടെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അവരുടെ തീരുമാനം അറിഞ്ഞിട്ടേ
വ്യക്തി ഈ സിറ്റുവേഷൻ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോടൊന്നും സംസാരിക്കാത്തതും നിങ്ങളുടെ ഫോണുകൾ എടുക്കാത്തതും എല്ലാം. നിങ്ങൾ അയക്കുന്ന മെസ്സേജിനൊന്നും പണ്ടത്തെ പോലെയുള്ള ആ ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല നിങ്ങൾക്ക്. ഇത് വെർഗോ ആണ്. ഇത് 5 of Wands, Aries, Leo, Sagittarius. അപ്പൊ ഫാമിലി ഇടപെട്ടിട്ടുണ്ട്. ഇതൊരു കല്യാണാലോചന വന്നിട്ട് പോയത് നേരത്തെ ഇതുപോലെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നിരിക്കാം. അത് കഴിഞ്ഞിട്ട് വീട്ടുകാരെല്ലാം കൂടെ ആലോചിച്ചപ്പോ ഈ വീട്ടുകാരെ സമ്മതിക്കാതെ റിലേഷൻഷിപ്പ് പോയതായിരിക്കാം. പിന്നെ ഈ വ്യക്തി ഗിൽറ്റി കോൺഷ്യസ് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. തിരിച്ചു കൊണ്ടുവന്നിട്ട് ഈ വ്യക്തിയുടെ മനസ്സിലൊരു ഡൗട്ട്, ഇത് ഇങ്ങനെ പണിയാകുമോ എന്നത്. കാരണം നിങ്ങളോട് നേരത്തെ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഈ ഒരു ഡിസിഷൻ വീട്ടുകാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെയുള്ള ഗൈഡൻസ് എന്താണ്? 8 of Pentacles. ഇതിനകത്ത് കുറെ അധികം വർക്ക് ചെയ്യേണ്ടി വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നല്ലോണം വർക്ക് ഈ റിലേഷൻഷിപ്പിൽ വേണ്ടി വരും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സ്മൂത്ത് ആയിരിക്കില്ല. പക്ഷേ ഇവിടെ എംപററും എംപ്രസും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ സോൾമേറ്റ് കണക്ഷൻ ആണ്, ഡിവൈൻ കണക്ഷൻ ആണ് നിങ്ങളുടെ. അപ്പൊ ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഇത് കല്യാണം നടക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ കല്യാണം നടന്നു കഴിഞ്ഞാലും വളരെയധികം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യേണ്ടി വരും. അത്ര വല്ല ഈസി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല ഇത്. കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇത് ടോറസ്, ലിബ്ര ആണ്. നിങ്ങളോടുള്ള ഈ വ്യക്തിയുടെ ഫീലിങ്സ്, ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ശരിക്കുമുള്ള ഇമോഷണൽ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ലിവ് ഇൻ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിന് പുറത്ത് താമസിക്കാന്ന് ചിലപ്പോൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് ഓർമ്മ ഈ വ്യക്തിക്ക് ഉണ്ട്. റെക്ലെസ് ആയിട്ടുള്ള ഒരു 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 ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഒരു ചിന്തയില്ലാതെ കുറെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി നിങ്ങൾ രണ്ടുപേരും കൂടി എന്നൊരു ചിന്ത ഈ വ്യക്തിക്ക് ഉണ്ട്. അപ്പൊ അത് തന്നെയാണോ ഇനി വരാൻ പോകുന്നതെന്ന് അറിയില്ല. കാരണം കുറച്ചും കൂടെ സീരിയസ് ആവണം എന്ന് വെച്ചാൽ ആൾക്കാർക്കേ. നമ്മള് എന്താ പറയാ, ചിലര് എങ്ങനെയാന്ന് വെച്ചാല് നമ്മുടെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് സമയത്ത് അവര് പല കാര്യങ്ങളും ചെയ്തു കൂട്ടും. പക്ഷെ അവര് ഭാര്യയെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ അവരുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിനും ആ ഒരു കോൺസെപ്റ്റ് ആയിരിക്കില്ല ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് സമയത്ത് അവര് ചെയ്ത് കൂട്ടുന്നത്. നിങ്ങൾ തമ്മിൽ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അയ്യോ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് ഇനിയിപ്പം വിവാഹ ജീവിതം നല്ലതാകുമോ എന്നൊരു ചിന്ത ഇവർക്കുണ്ട്. അപ്പൊ നിങ്ങൾ അറിയേണ്ടാത്ത കാര്യങ്ങൾ കുറെ ഈ വ്യക്തിയെ കുറിച്ച് അറിയേണ്ടാത്ത കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അത് ഫ്യൂച്ചറിൽ പണിയാകുമോ എന്നൊരു ടെൻഷൻ ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു എന്നൊരു ഇതുണ്ട്. അപ്പൊ കുറെ ചീത്ത സ്വഭാവങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അപ്പൊ ഇപ്പൊ ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പ്, കാരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ വ്യക്തി ഫ്യൂച്ചർ വേണം എന്ന പ്ലാനിങ്ങിലല്ല തുടങ്ങിയത്. അതുകൊണ്ടാണ് പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് ഇപ്പൊ ഒരു കല്യാണാലോചനയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ മനസ്സിൽ നിന്ന് ഇത് പോകുന്നില്ല. ചെയ്ത് കൂട്ടി കുറെ കാര്യങ്ങൾ ഇപ്പൊ വന്നതിലും ഈ വ്യക്തിക്ക് ഒരു മടിയുണ്ട്. കാരണം വരേണ്ടായിരുന്നു എന്നൊരു ചിന്ത. കല്യാണാലോചനയായിട്ട് വന്നില്ല, അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത് പോയിരിക്കുന്നത്. അപ്പൊ ഇത് കുറെ വൈകിപ്പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈകൊടുത്തിരിക്കുകയാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ എന്നാലും ഈ വിവാഹം നടക്കും, ഇത് വിട്ടുകളയാൻ കഴിയില്ല. കാരണം അത്രയും അങ്ങോട്ട് വീട്ടുകാരെല്ലാം ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പൊ അതൊരു പണിയാവുമെന്നാണ്. പക്ഷെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നല്ലോണം വർക്ക് ചെയ്യേണ്ടി വരും. കല്യാണം നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും ഇതിനകത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് മൂന്നാമത്തെ കാർഡിന്റെ റീഡിങ്. മൂന്നാമത്തെ വൈറ്റ് കളർ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഇതുവരെ എന്റെ റീഡിങ് കണ്ടുവരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയിരം